എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മൾ ഡീമൺ സ്ലെയറിന്റെ സൺറൈസ് കൗണ്ട് ഡൗൺ ആർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് നിർത്തിയപ്പോൾ തൊട്ട് നിങ്ങൾ കുറേ പേര് പറഞ്ഞിരുന്നു സൺറൈസ് കൗണ്ട് ഡൗൺ ആർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനും ആലോചിച്ചു എന്നാ പിന്നെ അതുകൂടെ തുടങ്ങിയേക്കാന്ന്. അപ്പൊ ഇൻഫിനിറ്റി കാസിൽ ആർക്കിന്റെ ഫുൾ ചാപ്റ്റേഴ്സ് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇവിടെ തൊട്ട് നമ്മൾ വേറൊരു പ്ലേലിസ്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത് ചെറുതായി പോകുന്നതിൽ കുറേ പേർക്ക് പരാതി ഉണ്ടായിരുന്നു. ലെങ്ത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്നെ കൊണ്ട് വീഡിയോയുടെ ലെങ്ത് മാക്സിമം 3 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെയൊക്കെ കൂട്ടാനായിട്ട് പറ്റുന്നുള്ളൂ. അത് എത്ര കൂട്ടണം എന്ന് വിചാരിച്ചാലും ഏകദേശം അത്രയൊക്കെ പറ്റത്തുള്ളൂ. ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് കവർ ചെയ്യേണ്ടി വരും. അതിന് ടൈം അനുവദിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. എങ്കിലും മാക്സിമം നമുക്ക് 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ച് കവർ ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് നമുക്കൊരു ലൈക്ക് ടാർഗറ്റ് വെക്കാം. നമുക്കൊരു 600 ലൈക്ക് വെക്കാം. എനിക്കറിയത്തില്ലല്ലോ നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഇത് വേണ്ടതെന്ന്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ഇടാൻ നോക്കാം. അപ്പൊ അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ 183 ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് കാണാം മൂസാൻ ഉൾപ്പെടെ എല്ലാവരും നിന്നിരുന്ന സ്ഥലം റാൻഡമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് എന്താ നടക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. മിറ്റ്സുരിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൾ മൂസാനെ കണ്ട് ആകെ നെർവസ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിയർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം മറികടന്ന് അവനെ അറ്റാക്ക് ചെയ്യണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. എങ്ങനെയുള്ള ധൈര്യം സമ്പാദിച്ചെങ്കിലും മൂസാന്റെ ഡീമൻ ഫോം അടുത്തായിട്ട് കാണിക്കുമ്പോൾ അവളുടെ ഉള്ള കിളിയും കൂടെ അവിടെ പറന്നു പോകുന്ന കാണാം. അവൾ ഗ്യോമയെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലോർക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഗ്യോമയെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ മൂസാന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാകുമെന്നാണ് അവളുടെ മൈൻഡിൽ ഇപ്പൊ മൊത്തം. ഉടനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. കഴിഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു മിറ്റ്സുരിയെ പിന്നിൽ കൂടെ ഒരു കൈ വന്ന് പിടിക്കുന്ന കാര്യം. അതെന്താണെന്നാണ് ഇപ്പൊ അവർ പറയാൻ പോകുന്നത്. നക്കിമയായിട്ട് നമ്മുടെ ഒബനയും മിറ്റ്സുരിയും ഫൈറ്റ് എടുത്തോണ്ടിരുന്നപ്പോ അവളുടെ മ്യൂസിക്കൽ ഒബ്ജക്റ്റിന്റെ പവർ കൊണ്ട് അവർക്ക് നേരെ ഒന്ന് ഫൈറ്റ് എടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലായിരുന്നു മിറ്റ്സുരിയെ പിന്നിൽ കൂടെ ഒരു കൈ വന്ന് പിടിച്ചത്. അത് മറ്റാരുമല്ലായിരുന്നു നമ്മുടെ യൂഷിറോ ആയിരുന്നു. യൂഷിറോ വന്നപാടെ പറയുന്ന കാര്യം ഇതാണ്: അവനൊരു ഡീമൻ ആണെന്നും അവനെ വിശ്വസിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ നക്കിമേനെ ഡിഫീറ്റ് ചെയ്യാനുള്ള വഴി അവൻ പറഞ്ഞു കൊടുക്കാന്ന്. യൂഷിറോ അവളോട് എന്നിട്ട് പറഞ്ഞ പ്ലാൻ ഇതായിരുന്നു: അവളും ഒബനെ ഒരു ഡീകോയെ പോലെ ആക്ട് ചെയ്യണം. മാക്സിമം ഡീമന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്ന രീതിയായിരിക്കണം ഇവരുടെ ഓരോ പ്രവൃത്തിയും. ആ ടൈം നോക്കി യൂഷിറോയ്ക്ക് പിന്നിൽ കൂടെ വന്ന് ഡീമനെ അറ്റാക്ക് ചെയ്യാനും അവളെ കീഴ്പ്പെടുത്താനും സാധിക്കുമത്രേ. മിറ്റ്സുരി ഇതെല്ലാം കേട്ട് വളരെ സർപ്രൈസ് ആയിട്ട് ഇതിനൊക്കെ ഓക്കെ മൂളുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ യൂഷിറോ തുടരുകയാണ്: ഞാൻ ആ ഡീമനെ കൺട്രോൾ ചെയ്തിട്ട് ഡീമൺ ഹണ്ടേഴ്സ് എല്ലാം മരിച്ചു എന്ന വിധത്തിൽ മൂസാന് മെസ്സേജുകൾ നൽകും. ആ ടൈം നോക്കി നിങ്ങൾ മാക്സിമം ഡീമൺ ഹണ്ടേഴ്സിനെ ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്തുകൊണ്ട് മൂസാന് നേരെ ഒരു വലിയ അറ്റാക്ക് ഉണ്ടാക്കണം. എന്നിട്ട് ഇവരുടെ പ്ലാൻ വർക്കൗട്ട് ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കാണാം. അടുത്ത സീനിൽ നമുക്ക് ടാഞ്ചറെ കാണാം. തുടർച്ചയായിട്ട് പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ ബിൽഡിംഗ് കാരണം ടാഞ്ചറോ മൂസാനിൽ നിന്ന് അകന്നു പോകാൻ നല്ല ചാൻസുകളുണ്ട്. അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ ടാഞ്ചറോ ബിൽഡിംഗിൽ പിടിച്ച് അന്യായമായിട്ട് കഷ്ടപ്പെട്ട് നമുക്ക് കാണാം. മൂസാൻ എന്നിട്ട് നക്കിമയുടെ അടുത്ത് വേറെ ആൾക്കാരുണ്ടെന്ന് എന്നിട്ട് മനസ്സിലാക്കി നമുക്ക് കാണാം. അത് തമായോന്റെ ഡീമൻ ആണല്ലേ, അവനെ ഞാൻ ഇന്ന് കൊല്ലുമെന്നും മൂസാൻ അവിടെ പറയുന്നുണ്ട്. തൊട്ടടുത്ത പാനലിൽ നമുക്ക് കാണാം നക്കിമേന്റെ തലയിൽ കുത്തി നിറച്ചിരുന്ന നമ്മുടെ യൂഷിറോന്റെ കൈ പതിയെ റെഡ് കളർ ആകുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, യൂഷിറോന്റെ ട്രിക്കുകൾക്കെതിരെ നമ്മുടെ മൂസാൻ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിനായിരുന്നു. മൂസാൻ അവിടുന്ന് നക്കിമേനെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ യൂഷിറോ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കിയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരോട് തമ്മിൽ ഒരു മത്സരം തന്നെ അവിടെ നടക്കുന്നുണ്ട്. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്നും മൂസാനെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ എന്നെ പെട്ടെന്ന് കൊല്ലാനെന്നും യൂഷിറോന്റെ സബോർഡിനേറ്റ് അപ്പുറത്ത് കിടന്ന് അലച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിന് മറുപടിയായി നമ്മുടെ യൂഷിറോ അങ്ങോട്ട് മിണ്ടാതെ മാറിയിരിക്കാൻ അവർക്ക് പറയുന്നുണ്ട്. തൊട്ടടുത്ത സീനിൽ നമ്മുടെ മൂസാൻ ഞെട്ടുന്ന കാണാം. വാട്ടർ ബ്രീത്തിന്റെ 4th ഫോം ഉപയോഗിച്ച് ഒരു സൈഡിൽ നിന്ന് ഗിയും സ്നേക് ബ്രീത്തിന്റെ 1st ഫോം ഉപയോഗിച്ച് മറു സൈഡിൽ കൂടെ നമ്മുടെ ഒബനയും അറ്റാക്ക് ചെയ്യാൻ വന്നതായിരുന്നു മൂസാന്റെ ഞെട്ടലിന് കാരണം. അവർ രണ്ടുപേരും നല്ലപോലെ മൂസാനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രദ്ധ പോയ ടൈം തന്നെ യൂഷിറോ വീണ്ടും നക്കിമേനെ തന്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊന്നും അധികം നേരം നീണ്ടു നിന്നിരുന്നില്ല. മറ്റൊന്നും ചിന്തിക്കാതെ മൂസാൻ അവന്റെ പവർ ഉപയോഗിച്ച് അവന്റെ കൈ ചുരുട്ടി പിടിക്കുന്ന കാണാം. അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് നമ്മുടെ നക്കിമേന്റെ തല പൊട്ടി ചിന്നി ചിതറുന്ന കാണാം. യൂഷിറോ നക്കിമെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആകുന്നതിന് മുമ്പ് ഡീമൺ ഹണ്ടേഴ്സിനെ പുറത്തെത്തിക്കാൻ വേണ്ടി മാക്സിമം അവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻഫിനിറ്റി കാസിൽ പൊളിയുന്നോണ്ട് തന്നെ അതിന്റെ ഇമ്പാക്ട് ടാഞ്ചറോ ഓബനായി താഴേക്ക് വീഴും നമുക്ക് കാണാം. താഴേക്ക് വീണ ടാഞ്ചറോ ആദ്യം കാണുന്നത് ജീവനില്ലാതെ കിടക്കുന്ന തന്റെ സുഹൃത്തുക്കളായിരുന്നു. മൂസാന്റെ അറ്റാക്കുകളേറ്റ് അവിടെ ഉണ്ടായിരുന്ന അവന്റെ അലൈസിനൊന്നും ജീവന്റെ ഒരു കണിക പോലും ബാക്കിയില്ലായിരുന്നു. മിറ്റ്സുരിയായിട്ട് അപ്പുറത്ത് മൂസാൻ ഫൈറ്റ് എടുത്തോണ്ടിരുന്നപ്പോ ഇതൊന്നും സഹിക്കാൻ പറ്റാതിരുന്ന ടാഞ്ചറോ ഒട്ടും വൈകാതെ മൂസാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പാഞ്ഞു വരുന്ന നമുക്ക് കാണാം. പക്ഷെ അവന് മൂസാനെ അധികം ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. മൂസാന്റെ അറ്റാക്കുകൾ അവന്റെ പുറത്തേറ്റ് ടാഞ്ചറോ വീണ്ടും നിലം പതിക്കുന്ന കാണാം. ഇൻഫിനിറ്റി കാസിൽ ഇല്ലാണ്ടാകാൻ പോകുന്നത് ഓബനായി തിരിച്ചറിഞ്ഞ് എല്ലാരെയും വിളിച്ച് പറയുന്നുണ്ട്. മിറ്റ്സുരി ഇത് കേട്ട് ശ്രദ്ധ കൊടുക്കുമ്പോഴേക്ക് സൈഡിൽ കൂടെ മൂസാൻ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന കാണാം. അവളുടെ കഴുത്തിന് നേരെ മൂസാന്റെ കൈ വന്ന് അവള് ചത്തു എന്ന് വിചാരിക്കുന്ന നിമിഷം തൊട്ടപ്പുറത്തോട് ടാഞ്ചറോ വന്ന് എന്തോ ചെയ്യുന്ന കാണാം. കഷ്ടിച്ച് നമ്മുടെ മിറ്റ്സുരി ആ അറ്റാക്ക് കേൾക്കാതെ താഴെയും വീഴുന്ന കാണാം. അടുത്ത സീൻ കാണിക്കുമ്പോഴാണ് നമുക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടുന്നത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, ടാഞ്ചറോ തന്റെ വാളെടുത്തിട്ട് മൂസാന്റെ തലയെ ഉന്നം വെച്ചെറിഞ്ഞിരുന്നു. അത് തലയിൽ കൊണ്ടോണ്ടാണ് മൂസാനെ മിറ്റ്സുരി ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞത്. തൊട്ടടുത്ത പാനലിൽ നമുക്ക് കാണാം ടാഞ്ചറോ ഉൾപ്പെടെ അവർ നിന്നിരുന്ന സ്ഥലം മുകളിലേക്ക് ഉയർന്നു പൊങ്ങി അവിടുത്തെ ഭിത്തി പൊളിച്ച് ടാഞ്ചറോ മിറ്റ്സുരിയും പുറത്തു വരുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ 183 ചാപ്റ്റർ എൻഡ് ആകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ബാക്കി വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.